മാസപ്പടി കേസിൽ SFI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിന്റെ ഹർജിയിലെ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. അന്വേഷണം പ്രഖ്യാപിച്ചു ഉത്തരവായതിനാൽ പ്രധാന ആവശ്യത്തിന് പ്രസക്തിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. SFI അന്വേഷണം ചോദ്യം ചെയ്ത് KSIDC നൽകിയ ഹർജി ജൂലൈ 15 പരിഗണിക്കാൻ മാറ്റി. ഷംന അശോക് വിവരങ്ങളുമായി ചേരുന്നു. ഷംന, ഈ SFI അന്വേഷണം തുടരുന്നതിനാൽ ഇതേക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് വിവിധ കക്ഷികൾ കോടതിയെ ബോധിപ്പിച്ചത്? ഷോൺ ജോർജിന്റെയും KSIDCയുടെയുമാണ് പ്രധാനപ്പെട്ട ഹർജികൾ ഹൈക്കോടതിക്ക് മുൻപിലുള്ളത്. ഈ CMRലും എക്സാലോജിക്കുമായി ഉള്ള അനധികൃത സാമ്പത്തിക ബന്ധം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് SFI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് തൊട്ടു പിന്നാലെ തന്നെ SFI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമിക പരിശോധന നടന്നു എന്ന് കേന്ദ്രം ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ ഹർജിയിൽ ഇനി പ്രസക്തിയില്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഷോൺ ജോർജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ സംഭവത്തിൽ അല്ലെങ്കിൽ ഈ അനധികൃത പണമിടപാടിൽ SFI അന്വേഷണം ആരംഭിക്കുക എന്നുള്ളതാണ്. അത് അത്തരത്തിൽ ആരംഭിക്കുകയും അതിന്റെ തുടർ നടപടിയിലേക്ക് SFI കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ആവശ്യത്തിൽ ഇനി പ്രസക്തിയില്ല എന്ന് കോടതി പറയുന്നു. രണ്ടാമത്തെ ആവശ്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഷോൺ ജോർജ് ഉന്നയിച്ച ചില പ്രധാനപ്പെട്ട ആരോപണങ്ങളുണ്ട്. വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് UAEയിലുള്ള ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷണ ഘട്ടത്തിലാണ്. ഇത് SFIക്ക് പരാതി നൽകിയിട്ടുണ്ട്, അത് അന്വേഷണ ഘട്ടത്തിലാണ്. അതുകൊണ്ട് അന്വേഷണം അവസാനിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ ഈ പരാതിക്കാരന് വീണ്ടും കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഷോൺ ജോർജിന്റെ ഹർജികൾ ഹൈക്കോടതി തീർപ്പ് അവസാനിപ്പിക്കുകയാണ്. അതിലെ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു ഹർജി ഉള്ളത് SFI അന്വേഷണം ചോദ്യം ചെയ്ത് KSIDC നൽകിയ ഹർജിയാണ്. അതിൽ KSIDC നേരത്തെ തന്നെ ചില പ്രധാനപ്പെട്ട വാദങ്ങൾ SFIക്കെതിരെ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് കൂടുതൽ മുന്നറിയിപ്പൊന്നും നൽകാതെയാണ് പെട്ടെന്ന് ഓഫീസിലേക്ക് കടന്നു വരികയും അവിടെ റെയ്ഡ് നടത്തുകയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ളതായിരുന്നു KSIDC ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം SFI തള്ളുകയും ചെയ്തിരുന്നു. ഇനി KSIDCയുടെ ഹർജിയിൽ ജൂലൈ 15 കോടതി വിശദമായ വാദം കേൾക്കുക. ഈ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടാണ് KSIDC ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ശരി ഷംന. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ 1-നൊപ്പം.